ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെ ഒരു നല്ല ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ അക്വേറിയം സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, നല്ല കളർഫുള്ളായിട്ട് കുറേ ടെട്രാ ഫിഷിനെയും ഏഞ്ചൽ ഫിഷിനെയും ഒക്കെ ഇട്ട് ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല മൾട്ടി കളേർഡ് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി നമ്മളെ വീട്ടിൽ അക്വേറിയം സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ പഴയ അക്വേറിയം. ഇതിൽ കുറേ മറ്റേ പെബിൾസും ചിരലുകളും ഒക്കെ ഇട്ട് പ്ലാസ്റ്റിക് പ്ലാന്റ്സും പ്ലാസ്റ്റിക് ഹോമും ഒക്കെ വെച്ചിട്ടുള്ള പഴയ മോഡൽ അക്വേറിയം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലുള്ള മണലും ഇതൊക്കെ നമ്മൾ കോരി ഒഴിവാക്കിയിട്ടോ ആ പെബിൾസും ചിരലും ഒക്കെ ലൈവ് പ്ലാന്റ്സ് വെക്കുമ്പോൾ ഇങ്ങനത്തെ മണലും ഇതൊന്നും പറ്റില്ല. അതിന് ശരിക്കുള്ള ഈ ബ്ലാക്ക് പ്ലാന്റ് സോയിൽ എന്ന് പറഞ്ഞ സോയിലും പിന്നെ ബ്ലാക്ക് ചിപ്സും ഒക്കെയാണ് അടിയിലിടേണ്ടത്. അതുപോലെ നമ്മളപ്പോൾ അത് ഫുള്ള് ഒന്ന് കംപ്ലീറ്റ് ഒഴിവാക്കി ക്ലീൻ ആക്കിയിട്ട് ഫുൾ തുടച്ചയിലെ ചെളിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ബാക്കിലെ പോസ്റ്ററൊക്കെ ബ്ലൂ ഒക്കെ മാറ്റി ഇപ്പോൾ ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള പോസ്റ്റർ ഒട്ടിക്കാൻ തീരുമാനിച്ചു. ഒന്നെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ളതും കുറേ ചിത്രങ്ങളൊക്കെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ഒന്നെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് ഒക്കെ ഒട്ടിക്കണം. അങ്ങനെ ഞങ്ങൾ പ്ലെയിൻ ബ്ലാക്ക് സെലക്ട് ചെയ്ത് പ്ലെയിൻ ബ്ലാക്ക് ഒട്ടിച്ച് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റിയിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ സിസ്റ്റം അടിയിൽ ഏറ്റവും ഒരു ഫുൾ ലെയറായിട്ട് ഇങ്ങനത്തെ ഫിൽറ്ററിൻ്റെ ഇങ്ങനെ കുറേ ചേമ്പേഴ്സ് ഇങ്ങനെ നിരത്തി വെക്കുക കണ്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ബോക്സും വെക്കുന്ന ടൈപ്പ് ഫിൽറ്ററാണ് ഇത്. അവർ തന്നെ സെറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു ഈ അക്വേറിയം ഷോപ്പുകാർ തന്നെ. ഈ ഗോൾഡൻ അക്വേറിയം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള ഒരു അക്വേറിയം ഷോപ്പുകാരാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് തന്ന്. ഇങ്ങനെ ഒരു ലെയറായിട്ട് എൻ്റെ താഴെ ഫുള്ള് ഫിൽറ്റേഴ്സ് ഇങ്ങനെ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഇട്ടു. പിന്നെ ഈ ഒരു ചെറിയ ബ്ലാക്ക് ബോക്സിനകത്ത് ഇതേപോലത്തെ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ഇത് അക്വേറിയത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കുക ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് മാത്രം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഈ ബ്ലാക്ക് ചിപ്സിൻ്റെ മുകളിൽ ഇടാനുള്ള ഈ പ്ലാന്റ് സോയിൽ എന്ന് പറഞ്ഞ സാധനം കണ്ടോ. ഈ വൈറ്റ് ചെറിയ ഒരു ആഷ് കളറുള്ളത് ഏറ്റവും താഴെ ഇട്ടേക്കുന്ന ബ്ലാക്ക് ചിപ്സ് കേട്ടോ. അതൊരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്ലാന്റ് സോയിൽ ഇട്ടു. അതിൻ്റെ മുകളിൽ പിന്നെ നാച്ചുറലായിട്ട് വരുന്ന പാറക്കല്ലുകളും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ നാച്ചുറലായിട്ട് വരുന്ന കുറേ പ്ലാന്റ്സും ഒക്കെ ഇട്ടു കേട്ടോ. ഈ പാറക്കല്ലുകളൊക്കെ പെർ kg 500 റുപ്പീസൊക്കെ ആയിട്ടുള്ള പെർ kg റേറ്റാണ്, വെയിറ്റിനനുസരിച്ചാണ്. പിന്നെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു മരം, ഇങ്ങനത്തെ മരമൊക്കെ അക്വേറിയം ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. പ്ലാന്റ്സും അതേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ പ്ലാന്റ്സ് തിന്നാത്ത ടൈപ്പ് ഫിഷിനെ വേണം ഇടാനെന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ 3.5 അടിയുടെ 3.5 വേണം ലോങ് ആയിട്ടുള്ള വലിയ അക്വേറിയം ആണെങ്കിൽ ട്യൂബ്. ഇങ്ങനെ പ്ലാന്റ്സിനെയൊക്കെ അവർ കറക്റ്റായിട്ട് നിവർത്തി നല്ല ഭംഗിയിൽ പൊസിഷൻസൊക്കെ അതിൻ്റെ കറക്റ്റ് ഗ്യാപ്പിലൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായി കാണാൻ, ഒരു പുതിയ ലുക്കായി. നമ്മളെ പഴയ അക്വേറിയത്തിൻ്റെ കംപ്ലീറ്റ് ലുക്ക് മാറി നല്ല അടിപൊളി ലുക്കായി. പാറക്കല്ലൊക്കെ ആയിട്ട് ശരിക്കുള്ള ഒരു കടലിൻ്റെ അടിയിലത്തെ ഒരു ഫീലൊക്കെ ഉള്ള അക്വേറിയം ആയിട്ടോ. പിന്നെ ഇതാണ് ടെട്രാ എന്ന് പറഞ്ഞ ഫിഷുകൾ, മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലൂറസൻ്റ് ആയിട്ടുള്ളതാണ് ഇത്. പിന്നെ ഏഞ്ചൽ ഫിഷ്, ഇതൊക്കെ പ്ലാന്റ്സ് തിന്നാത്തതാണ്. ഈ കാർപ്പും ഗോൾഡൻ ഫിഷും ഒന്നും ഇങ്ങനെ ലൈവ് പ്ലാന്റ്സ് ഉള്ള അക്വേറിയത്തിൽ ഇടാൻ പറ്റില്ല. അതൊക്കെ ഈ ചെടികൾ തിന്നും. അങ്ങനെ എല്ലാം കൂടി രണ്ടും കൂടി തമ്മിൽ ഒരുമിച്ച് പോകില്ല. അപ്പോൾ ഈ ലൈവ് പ്ലാന്റ്സ് ഉള്ളതിൽ എപ്പോഴും ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ടെട്രാ എന്ന് പറഞ്ഞ ഫിഷ്, പിന്നെ ഏഞ്ചൽ ഫിഷുകൾ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഫിഷിനെ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലൈവ് പ്ലാന്റ്സ് ഉള്ള അക്വേറിയം ആണെന്നുള്ളത് അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫിഷുകളെ മാത്രം ഇട്ടാൽ മതി. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കുറേ മൾട്ടി കളേർഡും ഫ്ലൂറസൻറ്റും ആയിട്ടുള്ള കണ്ണൊക്കെ നല്ല തിളങ്ങുന്ന ടൈപ്പായിട്ടുള്ള ഫിഷുകളാണ്. ഈ ടെട്രാ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഈ ഫിഷുകൾ, ഏഞ്ചൽ ഫിഷുകൾ കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം കൂടി മൊത്തം ഒരു അടിപൊളി ലുക്കായി. നല്ല ഒരു സൂപ്പർ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ശരിക്കുള്ള ഒരു സീൻ്റെ അടിയൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലുള്ള അക്വേറിയം നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തു. കണ്ടല്ലേ, കുട്ടികളെല്ലാവർക്കും നല്ല ഇഷ്ടമായി കാണാൻ, നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ നോക്കിയിരിക്കും. ശരിക്കും അതിൻ്റെ ലൈറ്റിൻ്റെ കളേഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ട്യൂബ് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചു. നമുക്ക് വേണമെങ്കിൽ ബ്ലൂവും റെഡും അതുപോലെ പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ളതും പിന്നെ മിക്സഡ് കളേഴ്സ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ലൈറ്റ് അതിൻ്റെ ഒരു ബട്ടൺ അറേഞ്ച് ചെയ്താൽ ബട്ടൺ സ്വിച്ച് പ്രസ് ചെയ്തതിനനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് സെറ്റ് ചെയ്തു. ഇതെല്ലാ സെറ്റിങ്സും മൊത്തം ഈ അക്വേറിയത്തിൻ്റെ ഇപ്പോൾ നമുക്കൊരു 9,000 ആണ് കേട്ടോ ചിലവായത്. ഈ ലൈവ് പ്ലാന്റ്സും ഈ പാറകളും ഈ വുഡും ഫിഷും ഈ എല്ലാം കൂടി ഈ കോസ്റ്റ് താഴെ ഇട്ടേക്കുന്ന ഈ പ്ലാന്റ് സോയിലിൻ്റെയും ബ്ലാക്ക് ചിപ്സും ഫിൽറ്ററും എല്ലാം കൂടി മൊത്തം അത്രയാണ് ആയത്. എല്ലാം ഇങ്ങനെ ഈ ഫിഷൊക്കെ ഇതൊരു പെയറിന് 60 റുപ്പീസാണ് ഈ ടെട്രക്കൊക്കെ. മറ്റേത് ഏഞ്ചൽ ഫിഷിന് 100 ഒക്കെ. അങ്ങനെ ഓരോ ഇതിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഫിഷുകൾക്കൊക്കെ. ഏതായാലും കാണാൻ നല്ല അടിപൊളി ലുക്കായി. ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയായി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അക്വേറിയം സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.